ഹായ്, ഹലോ. വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ 17ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ അത് കോമഡി സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ വാമപ്പ് മാച്ചിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശ് വാമപ്പ് മാച്ചിൽ ബംഗ്ലാദേശിനെ അടിച്ച് റൊട്ടിയാക്കിയാണ് ഓസ്ട്രേലിയ വിട്ടത്. അതിനുശേഷം നമ്മുടെ ബംഗ്ലാദേശിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു, എനിക്ക് 5 ദിവസമല്ല, 3 ദിവസമല്ല 5 ദിവസം കളിക്കണമെന്ന്. ടെസ്റ്റ് മാച്ച് 5 ദിവസം കളിക്കേണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് 5 ദിവസം കളിക്കും. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു മണ്ട് നീ 2 ദിവസം പോയി പറ്റിക്കുകയാണ് എന്ന് വിചാരിച്ചു. മറാറയിൽ ഡേ നൈറ്റ് മാച്ചാണ്. ഡേ നൈറ്റ് മാച്ച് ഇന്നേ അവർ ഓസ്ട്രേലിയ പറ്റിട്ടില്ല. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ നടന്നുകൊണ്ടിരുന്ന സിഡ്നി, അപ്പോ ഏകദേശം ഒരു 2010-11 എന്താണ് അവസാനമായിട്ട് ഈ സ്റ്റേഡിയത്തിൽ കളി നടന്നത്. ഒരു ODI ആണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് 2004 അങ്ങനെയാണ് അവസാനമായിട്ട് ടെസ്റ്റ് കളിച്ചത്. ടെസ്റ്റ് 20 വർഷത്തിൽ കൂടുതലായി. ചുരുക്കി പറഞ്ഞ രണ്ടുപേർക്ക് ഗ്രൗണ്ടാണ്, രണ്ടുപേർക്ക് സ്വന്തം രാജ്യത്താണെങ്കിൽ പോലും, കാരണം കുറെ ഇതായി. അപ്പൊ അങ്ങനെ ഈ വൻ ഇന്നിങ്സ് തോൽവിയിരുന്നത് ബംഗ്ലാദേശ് നമ്മുടെ വാമപ്പില്. അപ്പൊ അങ്ങനെ കളി തുടങ്ങി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിൽ ഇറങ്ങി ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടത്തിൽ, അത് 10 വിക്കറ്റ് നഷ്ടത്തിൽ 198-ലാണ് തീർന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ, പിച്ചാണ്. കാരണം അവര് സ്മിത്ത് മാത്രം എന്തോണം 75 എടുത്തു, ബാക്കി ആരും കളിച്ചില്ല. അപ്പൊ ടഫ് എന്നും പറഞ്ഞു. ഓക്കെ, ബാറ്റ് കമിൻസ് ഒക്കെ വരുന്നു, മിച്ചൽ സ്റ്റാർക്ക് അവിടെ വരുന്നു, ഇപ്പുറത്തുനിന്ന് വരുന്നു, നാഥൻ ലൈൻ ഇവിടെ നിന്നൊക്കെ വരുന്നു. അങ്ങനെ 2-2.5 ദിവസം പാട്ടി അടിയായിരുന്നു. 426 കളി വരുന്നത്. അങ്ങനെ ഓക്കെ, വീണ്ടും അടുത്ത ദിവസം അടുത്ത ഇന്നിങ്സ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഓപ്പണറിന്റെ നഷ്ടമായി. പിന്നെ കുറച്ച് ചെറുപ്പം അവിടെ ഇവിടെ നടത്തിയെങ്കിലും അവസാനം 57 റൺസ് എന്ന ലീഡില് ഓസ്ട്രേലിയ എറിഞ്ഞിട്ട് എന്ന് തന്നെ വേണം. അങ്ങനെ 57 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 1 വിക്കറ്റ് നഷ്ടത്തിലാണ് കളിച്ചത്. ആ 1 വിക്കറ്റ് നടിച്ചു വലിയ കാര്യം. അപ്പൊ അങ്ങനെ ബംഗ്ലാദേശ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഏഷ്യയുടെ നമ്പർ 1 ടീം ഓസ്ട്രേലിയ തോപ്പിച്ചത്. അതായത് അവരുടെ ഓസ്ട്രേലിയ ചെന്നിട്ടുള്ള ആദ്യത്തെ ജയം. പല വമ്പൻ ടീമുകൾ അവിടെ ജയിച്ചിട്ടില്ല, വെള്ളം കൊടുത്തിട്ടേ ഉള്ളൂ. എക്സാമ്പിൾ നമ്മുടെ ശ്രീലങ്ക ജയിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യ 10 തവണ ജയിച്ചിട്ടുണ്ട്. 10-30 കളി കളിച്ചിട്ടുണ്ടെങ്കിൽ 10 ജയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ 4 ജയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വളരെ കുറച്ചേ കളിച്ചിട്ടുള്ളൂ ഓസ്ട്രേലിയ പോയിട്ട്. അതും ഏറ്റവും കുറച്ച് മാച്ചസ് ചെയ്യുന്നു. ബംഗ്ലാദേശിന്റെ സെഞ്ചുറി അടിച്ച അവിടെ പോയിട്ട്, അതായത് ഓസ്ട്രേലിയ പോയിട്ട് ആദ്യം സെഞ്ചുറി അടിക്കുന്ന ബംഗ്ലാദേശുകാരന് ബാറ്റർ, പുള്ളിക്കാരന്റെ രണ്ടാമത്തെ ആദ്യത്തെ സെഞ്ചുറി. അങ്ങനെ വളരെ കളർഫുൾ ആയിരുന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ് 15 നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് തുടങ്ങി. അവിടെ ഇവിടെ മഴയും പിന്നെ ബോളൊക്കെ കൂട്ടിയിടിച്ച് മറ്റേ ജയ്സോള് വീഴുകയും അവർ റൺഔട്ട് ആക്കുകയും പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ അഞ്ചര മെത്തീസ് കഴിഞ്ഞ വേൾഡ് കപ്പ് ഇതുപോലെ ഭയങ്കര ഇതായിരുന്നു, പ്രശ്നമായിരുന്നു ഇവിടെ. കാരണം ഞാൻ പറയുന്നില്ല, അല്ല എനിക്ക് പറഞ്ഞ വെച്ചാൽ ഒരു ഔട്ടാക്കുള്ള ചാൻസ് കിട്ടുമ്പോൾ ആരെങ്കിലും ഔട്ടാക്കി പോകും. കാരണം അവർക്ക് സർവൈവ് ചെയ്യണല്ലോ, അതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. പിന്നെ KL പരിക്കായി, ഇന്ന് വീണ്ടും കളിച്ച് 82 ഔട്ടായി. അങ്ങനെ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ജൂറല് സെഞ്ചുറി അടിച്ച് ഔട്ടായിട്ടുണ്ട്. അങ്ങനെ മാനവ് സുതറും കുൽദീപ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ ക്രീസിൽ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാതെ 400 റൺസിന് അടിച്ചിട്ടുണ്ട്. 400 2 ദിവസമായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇത് എല്ലാരും ബാറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഇന്നിങ്സ് ഡ്രോ ആക്കരുത്, ജയിക്കണം, WTC കയറണം. പിന്നെ മുമ്പ് എനിക്ക് ഇതിലൊന്നും പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ടെസ്റ്റിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ എന്തുകൊണ്ട് ഇത്ര ഓൾറൗണ്ടേഴ്സ് ഇറക്കുന്നു. അത് GG കേട്ടു, അതുകൊണ്ട് ഇപ്പൊ വിക്കറ്റ് കീപ്പേഴ്സിന് മാത്രമേ ഇറക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ അതുപോലെ കേൾക്കുള്ളൂ. പക്ഷേ ലിറ്ററലി കേൾക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഓൾറൗണ്ടേഴ്സ് കുറച്ചു, വിക്കറ്റ് കീപ്പേഴ്സ് കൂടി. ഒരു സ്ഥലം കൂടെ സർഫറാസ് കുറച്ച് വിക്കറ്റ് കീപ്പിംഗ് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ടീമിൽ വന്നേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പോൾ ടെസ്റ്റ് വന്നാലും നമ്മുടെ ഏറ്റവും ഒരു മോട്ടോ ഉണ്ടായിരുന്നു, വി ഓൺലി ബിലീവ് ഇൻ ജസീബ്. അങ്ങനെയാണ് ഇറങ്ങിക്കോട്ടുന്നത്. പക്ഷെ GG മാറ്റാൻ ശ്രമിച്ചു. ടീമിലും പ്രസിദ്ധ് കൃഷ്ണ അതുപോലുള്ള ബോളറിനെ കൊണ്ടുവന്നു. GGയെ കൊണ്ടുപോലും ആള് മാറിപ്പോയി. ബുംറയെ കൊണ്ടുപോലും ടീമിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാവരും പരാതി മാറി കിട്ടിയേ.
വി ഓൺലി വി ഓൺലി ബിലീവ് ഇൻ ഗോഡ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വി ഓൺലി ബിലീവ് ഇൻ ജാസി ബൈ മാറി അതെ ഓൺലി ബിലീവ് ഇൻ ഗോഡ്. ജെസ്സി ബൈ തിരിച്ചു വരും, വേൾഡ് കപ്പ് ഒക്കെ വരെയാണ്. അത് പറഞ്ഞിട്ടാണ് പരിക്കിനെ പറ്റി ഇടയ്ക്ക് കുറെ പ്രശ്നം വന്നിരുന്നു. നമ്മുടെ മറ്റേ NCAയും നമ്മുടെ BCCIയിലെ ചീഫ് സെലക്ടറും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു ഇതൊക്കെ ഇഞ്ചുറി ആവാൻ കാരണം നമ്മുടെ NCA ആണ്, അവർ മര്യാദയ്ക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇഞ്ചുറി വരുന്നത്. അപ്പോൾ എടുത്ത വാക്കിൽ തിരിച്ചടിച്ച് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട PSG NCAയുടെ ഹെഡായ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ അസസ് ചെയ്തിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കും, ആർക്കൊക്കെ എത്ര ദിവസം പരിക്കാണ്, ഇങ്ങനെ പരിക്ക് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ലിസ്റ്റ് 2 പേർക്കും അയച്ചു കൊടുക്കും. ആർക്കൊക്കെ? നമ്മുടെ ചീഫ് സെലക്ടറിന് അയച്ചു കൊടുക്കും, GGക്കും അയച്ചു കൊടുക്കും, ഐ മീൻ ഹെഡ് കോച്ചിന് അയച്ചു കൊടുക്കും. ഹെഡ് കോച്ചും സെലക്ടറും 2 പേർക്കും അയച്ചു കൊടുക്കും. ഈ 2 റിപ്പോർട്ട് കണ്ടിട്ടാണ് ടീം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഉംറ ഫിറ്റ് അല്ല, ഫായിസ് സുദർശൻ ഫിറ്റ് അല്ല, വാഷിംഗ്ടൺ സുന്ദർ ഫിറ്റ് അല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കേൾക്കാതെ ടീമിലെടുത്തു. രണ്ടാമത്തെ കാര്യം, അവിടെ ചികിത്സിക്കാനായിട്ട് ഡോക്ടറില്ല. 1.5 വർഷമായിട്ട് ഡോക്ടറില്ല. മറ്റതിന്റെ നേരത്തെ വന്നായിരുന്നു ഒഫീഷ്യൽ ഡേറ്റ് വന്നു, ഏഷ്യൻ ഗെയിംസിന്റെ ഡേറ്റ് വന്നു. സഞ്ജു ഓപ്പണിങ് ചെയ്യുന്നൊക്കെ ഒരു അഭ്യൂഹം കേട്ടിട്ടുണ്ട്. ഇൻസൈഡ് സ്റ്റോറീസ് അല്ലാത്തൊരു അഭ്യൂഹമാണ്. ഇന്ത്യ ആദ്യമായി ഡയറക്റ്റ് സെമിഫൈനൽ കളിക്കുകയാണ്. അതെ, ഇന്ത്യ ജപ്പാനാണെന്ന് തോന്നുന്നു. അങ്ങനെ വരുന്നു, കളിക്കുന്നു. അടുത്ത വുമൺസ് ടീമിന്റെ സ്ക്വാഡിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജെയ്മ റോഡ്രിഗസ് നമ്മുടെ 100s കളിച്ചോണ്ടിരുന്നപ്പം ജെയ്മ റോഡ്രിഗസ് പരിക്കായിട്ട് പകരം പുതിയ സ്ക്വാഡ് വന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ 5000ാമത്തത് 44,999 മാറിപ്പോയി. അത് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ 600ാമത്തെ ടെസ്റ്റാണ് ഇപ്പം കളിക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാറ്റ്സ് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ട്. എഡിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെന്തായാലും ഉടനെ വരുന്നതായിരിക്കും. പിന്നെ അടുത്ത് പിന്നെ നിങ്ങൾക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചത് ഇതിലെ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചത് ആരാണ്? നമ്പർ 10. ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച ആരാണ്? 10 സച്ചിൻ തന്നെയാണ്. പക്ഷെ എവേ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ച ആരാണ്? സച്ചിനാണ്. സച്ചിനാണ്. അതുപോലെ തന്നെ വിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്താരാ? അനിൽ കുംബ്ലെ. പക്ഷെ ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യയിൽ വെച്ച് കളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് അല്ല, കുംബ്ലെ തന്നെയാണ്. പക്ഷെ എവേ ടീമിൽ വ്യത്യാസമുണ്ട്. അതിൽ ഭയങ്കര ടൈറ്റ് ആണ്. കുംബ്ലെ തന്നെയാണ്. അതിനും പിന്നെ അശ്വിനുണ്ട് പിന്നാലെ. ഏറ്റവും കൂടുതൽ 10 വിക്കറ്റ്സ് കിട്ടിയിട്ടുള്ള 2 പേരുണ്ട്, കുംബ്ലെയും അശ്വിൻ. അപ്പൊ അങ്ങനെ ഭയങ്കര കുറെ സ്റ്റാറ്റ്സ് ഉണ്ട്. പിന്നെ വിനോദ് മങ്കദാണെന്ന് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ളത് അശ്വിൻജിയാണ്. വിനോദ് മങ്കദ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായിട്ട് സീരീസ് ജയിച്ച ക്യാപ്റ്റൻ. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ സ്റ്റെമ്പിങ് MS ധോണിയാണ്. ക്യാച്ച് MS ധോണിയാണ്. നോൺ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ഒരാൾ ഏറ്റവും ക്യാച്ച് എടുത്ത ടെസ്റ്റിൽ ഏറ്റവും ക്യാച്ച് എടുത്ത നോൺ വിക്കറ്റ് കീപ്പർ ആരാണ്? ദ്രാവിഡ്ജി. ഇതൊക്കെയാണ് ബേസിക് സാധനങ്ങൾ. ഇനിയും കുറെ ഉണ്ട്. ഏറ്റവും വിക്കറ്റ് ഒരു കളിയിൽ ഏറ്റവും മേഡിൻ ഓവർ എറിഞ്ഞത് അത് അനിൽ കുംബ്ലെ തന്നെയാണ്. 170 സംതിങ് മേഡിൻ ഓവർ ഉണ്ട്. 45,000 സംതിങ് ബോൾ എറിഞ്ഞതിൽ 170 ഓവർ മേഡിൻ ഓവർ. പിന്നെ ഏറ്റവും ട്രിപ്പിൾ സെഞ്ചുറി സ്വന്തം വീരു. അതെ, ഏറ്റവും ഡബിൾ സെഞ്ചുറി കോഹ്ലി. വിരാട് കോഹ്ലി. അങ്ങനെ ടെസ്റ്റിലാണ് ഇത്. ടെസ്റ്റിലെ കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ ആരും രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞാലാണ് ടെസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. വേണ്ട. അതെ, പിന്നെ ടെസ്റ്റിന്റെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വളരെ ഗംഭീരമായിട്ട് 600ാമത്തെ മത്സരം നടക്കട്ടെ, ജയിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. GG ആയതുകൊണ്ട് വൈറ്റ് വാഷിന് വരെ നമ്മൾ ഇതാവുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ഓസ്ട്രേലിയ സീരീസിന് മുമ്പ് ഇവർക്ക് എത്രയാണ് 8-9 ടെസ്റ്റ് എന്തോ ഉണ്ട് ഓസ്ട്രേലിയക്ക്. അതിൽ 5-6 ജയിച്ചാൽ ഫസ്റ്റ് തന്നെ നിൽക്കാം. ഇന്ത്യ 9 ടെസ്റ്റ് 7 ചെയ്യണം. അപ്പം ഓസ്ട്രേലിയ പോവാണെങ്കിൽ അവസാനത്തെ 5 കളിയിൽ നിന്ന് 10 ഇന്ത്യ ജയിക്കേണ്ടി വരും. അത് നടക്കില്ല. മിക്കവാറും ആണെങ്കിൽ ടോപ്പ് 3 ബംഗ്ലാദേശ് വരുമെന്നൊക്കെയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ. അതെ, കാരണം ഓസ്ട്രേലിയക്ക് നല്ല മത്സരം കേട്ടോ. അത് വെറുതെ പറഞ്ഞാൽ കുറച്ച് കളി കണ്ടിരുന്നു. പാറ്റ് കമിൻസിനെയൊക്കെ ആടി വക വയ്ക്കുന്ന ലേസിലൂടെ വക വയ്ക്കണ്ട. ടാർക്കറ്റ് ഞാൻ കണ്ടില്ല. ഒരു മൈറ്റി ട്രയോ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അടിച്ച് നോക്കിയായിരുന്നു പണ്ട്. എന്തൊക്കെയായിരുന്നു 23 വേൾഡ് കപ്പിൽ കാലെടുത്ത് മണ്ടക്കി വെക്കുന്നു. വേൾഡ് കപ്പിന്റെ വീണാന് അന്ന് തൊട്ട് തുടങ്ങിയതവരുടെ കഷ്ടകാലം. വന്നിട്ട് ആകെ T20 മാത്രമേ വെച്ചുള്ളൂ, ബാക്കിയെല്ലാം വാഷ് ഔട്ട് ആവുമെന്ന് പറയുന്ന പോലെ ഇവർക്ക് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓസ്ട്രേലിയക്ക്. ബാക്കിയെല്ലാം ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കളി വെക്കുന്നു. ടെസ്റ്റിലും തോറ്റല്ലോ. സൗത്ത് ആഫ്രിക്കയുടെ ഫൈനൽ തോറ്റ്. പക്ഷെ അവര് സീരീസ് ജയിക്കായിരുന്നു എങ്ങനെയെങ്കിലും. ഇപ്പം സീരീസും
ചെറുതായിട്ടൊക്കെ തോറ്റു. ഇനി അടുത്ത ആഷസ് വരുന്നില്ല. 27 ആഷസ്. ആഷസ് വരുന്നുണ്ട്. അടുത്ത BGT. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. BGT അത് ഇന്ത്യ വെച്ച് 20 വർഷത്തിൽ കൂടുതലായി ഓസ്ട്രേലിയ സീരീസ് ഇന്ത്യ ജയിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഇന്ത്യ സീരീസ് ജയിച്ച് നമുക്കൊരു അത്യാഗ്രഹമൊന്നുമില്ല. സീരീസ് ജയിച്ച് ഇനിയുള്ള കളിയും ജയിച്ച് ഇപ്പം നമ്മുടെ മറ്റേ ടെസ്റ്റ് series ചാമ്പ്യൻഷിപ്പ് ജയിച്ച് അങ്ങനെയൊക്കെ മതി. എന്നിട്ട് അടുത്ത വേൾഡ് കപ്പ് ജയിച്ച് അതെ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്കുള്ളൂ. വലിയ വലിയ അഹങ്കാരമൊന്നും നമുക്ക്. അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ GG വീണ്ടും തുടങ്ങി. അപ്പോഴത്തെ ടീം സമ്മതിക്കാത്തല്ല പ്രശ്നം. ജിജി സമ്മതിക്കണ്ടേ? അതെ, ഇങ്ങനെ സംഭവിച്ചാൽ GG വീണ്ടും ടീമിൽ തുടരും. ആദ്യത്തെ ആധാരക്കാർ മിക്കവാറും അടുത്ത മാസം കൂടെ ഉണ്ടാവുള്ളൂ എന്നാണ് അഭ്യൂഹങ്ങൾ വരുന്നത്. ഇടയ്ക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര നല്ല കളിയും പെർഫോമൻസും കാരണം അത് കത്തിച്ച് കളഞ്ഞു. അതൊക്കെ ഒന്നും കൂടെ എന്തോ റിവ്യൂ വെച്ച് കാണും. ആ റിവ്യൂല് ഒന്നും പറഞ്ഞു ആയിരുന്നില്ല കേട്ടോ. റിവ്യൂ എന്തോ ആ ഒരു ടീം ഒരു BCC ഇന്ത്യൻ ഫാൻ റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് അസിസ്റ്റൻസ് കോച്ചെല്ലാം പോയത് കൊണ്ട് പുതിയ കോച്ചൊക്കെ വന്നു തോട്ടോ. ശ്രദ്ധിച്ചില്ല അതിനെപ്പറ്റി. നമുക്ക് എന്തായാലും അതിനെപ്പറ്റി അതെ തീർച്ചയായിട്ടും ഇവിടെ തന്നെ നമ്മൾ സാധനം. അപ്പൊ അടുത്ത ഇനി പറയാനുള്ളത് നമ്മുടെ അയർലൻഡ് അഫ്ഗാനിസ്ഥാൻ. ആ മത്സരം 4-0 അഫ്ഗാനിസ്ഥാൻ ജയിച്ചത്. ഒരു കളി മഴയും ജയിച്ചു. അങ്ങനെ 4-0 കളി ജയിച്ചു. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഒഫീഷ്യലി ഇന്ത്യ ദ വേൾഡ് കപ്പ് ആയി. അത് നമ്മൾ ഇട്ടിരുന്നു തോന്നുന്നു. അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ ക്വാളിഫൈ നിൽക്കണേ ഉള്ളൂ. ഒരു കാര്യമുണ്ട്, ഇതിന്റെ പൊടുക്ക് വരയ്ക്കുന്ന സാധനം നമ്മുടെ ഇറ്റലി ഫുട്ബോൾ വേൾഡ് കപ്പ് അവസാനം കളിച്ചത് 2010. അതിനുശേഷം ഇപ്പോൾ ഒരു 10-16 വർഷമല്ലോ. 10-16 വർഷമായി ഇറ്റലി ഫുട്ബോൾ ജയിച്ചതിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ ഇറ്റലി ക്രിക്കറ്റ് ജയിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ക്വാളിഫയർ എല്ലാം കൂടി ചേർത്തിട്ട് ഇതാണ് ഞാൻ പിടുക്ക് വരയ്ക്കുന്ന സാധനം. കിട്ടിയില്ലേ? പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ അത് പറഞ്ഞാൽ പൊട്ടുപോയി. പോർച്ചുഗലിന്റെ ക്യാപ്റ്റൻ മൊയ്സ് ഹെൻറിക്സ് ഓസ്ട്രേലിയയുടെ ഒരു 2015 വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. ഒരു നല്ല രസമുള്ള ഒരു കളിക്കാരനാണ്. നല്ല അത്യാവശ്യം ബോളിങ്ങും അത്യാവശ്യം ബാറ്റിങ്ങും വരുന്നത്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടറായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരൻ USA വേണ്ടി ഫസ്റ്റ് മത്സരം കളിച്ച് ജയിച്ചെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ വേൾഡ് കപ്പ് ലീഗ് 2 പോലത്തെ സംഭവം നടക്കുന്നുണ്ട്. USA ആണ് ഫസ്റ്റ്. അങ്ങനെ വളരെ മികച്ച രീതിയിൽ അത് നടക്കുന്നുണ്ട്. അവർ ക്വാളിഫൈ ഇല്ലെന്ന് അറിയുന്നത്. പിന്നെ USA ഒരു കളിക്കാർ നമ്മുടെ അഖിലേഷ് റെഡ്ഡി അതിനകത്ത് പുറത്തായിട്ടുണ്ട്. അങ്ങനെ 8 വർഷത്തെ ബാൻ അങ്ങനെ അത് വീട്ടിട്ടുണ്ട്. സന്തോഷപൂർവ്വം അവർ വീട്ടിരിക്കുന്നു. ബംഗ്ലാദേശ് ഓസ്ട്രേലിയ തോപ്പിച്ചു. തോറ്റല്ലേ തോക്കില്ല, കാരണം 2 കളിയേ ഉള്ളൂ. അതാണ് ഈ മാസത്തെ മെയിൻ അട്രാക്ഷൻ. ഈ വർഷത്തെ മെയിൻ അട്രാക്ഷൻ ICC ഞെട്ടിന്നാണ് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ടീം പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.